الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. حمدا كثيرا طيبا مباركا فيه. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. نحمدك يا من أوضحت لنا سبل الهداية، وصحت عن بصائرنا مشاغة الغوايا، ونصلي ونسلم على من أرسلت إلينا شاهدا ومبشرا ونذيرا، وداعيا إلى الله بإذنه وسراجا منيرا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة، وخلق منها زوجها، وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إنما الخمر والميسر والأنساب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ എല്ലാവിധ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചു പാലിച്ചുകൊണ്ട് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അപ്രകാരം ജീവിക്കുന്ന യഥാർത്ഥ അല്ലാഹുവിന്റെ മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളും ഇത്തിബാഅ് ചെയ്ത് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, 2026 ജൂൺ മാസത്തിൽ കേരള സർക്കാർ ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ സംസ്ഥാനത്ത് ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിക്കുകയാണ്. അതിന്റെ ഭാഗമായി രാഷ്ട്രീയ ഭേദമന്യേ രാഷ്ട്രീയക്കാരും കേരള സർക്കാരും അതുപോലെ മതസംഘടനകളും എല്ലാം ചേർന്ന് നിന്നുകൊണ്ട് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഭീഷണിയായി കൊണ്ടിരിക്കുന്ന ലഹരിയുടെ ഉപയോഗത്തിനെതിരെയുള്ള ശക്തമായ ക്യാമ്പയിനുകളാണ്, പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലഹരിയുടെ ഉപയോഗം സർവ്വസാധാരണമായി കൊണ്ടിരിക്കുന്ന ഭീകരമായ ഒരവസ്ഥയിലെ ഉള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചെറിയവരെന്നോ വലിയവരെന്നോ വ്യത്യാസമില്ലാതെ, ആണുങ്ങളും പെണ്ണുങ്ങൾ എന്ന് വ്യത്യാസമില്ലാതെ, ആൺപെൺ വ്യത്യാസമില്ലാതെ
വിശ്വാസിയും അവിശ്വാസിയും മതമുള്ളവരും മതമില്ലാത്തവരും ഒക്കെ എല്ലാവരെയും ഒരുപോലെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന വളരെ ഭീതിതമായ ഒരു അവസ്ഥയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യങ്ങളിൽ കടന്നു പോകുന്നത്. ചെറിയ കുട്ടി എന്ന് പറയുമ്പോൾ ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എത്ര പ്രായമുണ്ടാകുമെന്ന് നമുക്കറിയാം. അവരുടെ മക്കൾ പോലും ലഹരിയുടെ ഉപയോഗങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന വാർത്തകൾ വരുമ്പോൾ ഇതിന്റെ അപകടം എത്രമാത്രമാണ്. പ്രൈമറി തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ പോലും പെൺകുട്ടികളിൽ പോലും ഇതിന്റെ പ്രയോക്താക്കളാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും നമ്മൾ കണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസപരമായി ഏറെ ഉന്നതിയിലാണ് എന്ന് അഭിമാനിക്കുമ്പോൾ പോലും ലഹരിയുടെ ഉപയോഗത്തിന്റെ വിഷയത്തിൽ വല്ലാതെ നാണിപ്പിക്കുന്ന വളർച്ചയാണ് നമ്മുടെ നാട് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഭൗതികമായ സാഹചര്യങ്ങൾ എത്ര ഉയർന്നിട്ടും ലഹരിയുടെ ഉപയോഗങ്ങൾ ഇല്ലാതാക്കാൻ സമൂഹത്തിന് സാധിക്കാതെ വരുന്ന ഒരു സന്ദർഭം. ഇവിടെയാണ് ഈ വിഷയത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ നിലപാട് എന്താണ് എന്നും ഇസ്ലാം 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ പ്രവാചകൻ ഈ ലോകത്ത് സമ്മാനിച്ചു പോയ സന്ദേശങ്ങൾ, ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ എത്രമാത്രം വിലമതിക്കുന്നു എന്നും പ്രത്യേകിച്ച് ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. മദ്യത്തിൽ മുങ്ങിക്കുളിച്ചിരുന്ന ഒരു ജനതയെ ഉത്തമ സമൂഹമാക്കി വളർത്തിയെടുത്ത ഇസ്ലാമിനല്ലാതെ മറ്റേത് ആശയത്തിനാണ് ഇത്തരം ഒരു ലഹരിയുടെ നിർമ്മാർജ്ജനത്തിന് സാധ്യമാവുക? ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും ഹറാമാണ് എന്നാണ് പരിശുദ്ധ ഇസ്ലാം, നിഷിദ്ധമാണ്, ഒരിക്കലും അത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകന്റെ അനുചരന്മാർ പ്രബോധന ദൗത്യവുമായി കടന്നുപോയിട്ടുണ്ട്. ആ സമൂഹത്തെ നന്മയിലേക്ക് ക്ഷണിക്കുകയും തൗഹീദിലേക്ക് ക്ഷണിക്കുകയും ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്രകാരം തന്നെ യമനിലേക്ക് കടന്നുപോയ മുആദ് റളിയല്ലാഹു അൻഹു യമനിലേക്ക് ചെന്നപ്പോൾ അവിടെ പ്രബോധനം നടത്തുന്ന സാഹചര്യങ്ങളിൽ അവിടെയുള്ള ജനങ്ങൾ തേനിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ലഹരി പദാർത്ഥത്തെ, ഒരു പാനീയത്തെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് നിലപാടാണ് അവർക്കെതിരെ സ്വീകരിക്കേണ്ടത് എന്ന്. മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യത്തിന് മറുപടിയായി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും ഹറാമാണ്. കുല്ലു മുസ്കിരിൻ ഹംറുൻ, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും ഹംറ, കള്ളാണ്. കള്ള് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു സംഗതി ഉണ്ട്. അത് മാത്രമല്ല, ലഹരി ഉണ്ടാക്കുന്ന ഏതൊക്കെ വസ്തുക്കളുണ്ടോ അതെല്ലാം കള്ളിൽ ഉൾപ്പെടുന്നതാണ്, അതെല്ലാം ലഹരിയാണ്. കുല്ലു ഹംറിൻ ഹറാം, എല്ലാ കള്ളുകളും എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ മറുപടി പറയാം. ഇതാണ് ഇസ്ലാമിന്റെ നിലപാട്. ഇതില് ലഹരി കുറഞ്ഞത് കൂടിയത് ഇതിന്റെ പേരില് വ്യത്യസ്തമായ രൂപത്തില് അങ്ങനൊന്നുമില്ല. ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും ഹറാമാണ് എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ ചികിത്സക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലഹരി സമ്പ്രദായം ഉണ്ടായി, ലഹരി ഉപയോഗിക്കുന്ന ഒരു സമ്പ്രദായം അക്കാലത്ത് ഉണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ പ്രവാചകൻ കൊടുത്ത മറുപടി, ഇന്നഹാ ലൈസത്തു ബിദവാഇൻ വലാകിന്നഹാ ദാഉൻ, ഒരിക്കലും ലഹരി എന്ന് പറയുന്നത് നിശ്ചയമായും അതൊരിക്കലും മരുന്നല്ല, മറിച്ച് വലാകിന്നഹാ ദാഉൻ, അതൊരു രോഗമാണ് എന്ന് പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവം ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. പ്രവാചകന്റെ വിളപ്പെട്ട ഉപദേശങ്ങളിൽ, ചരിത്രങ്ങളിൽ സ്ഥാനം പിടിച്ചതാണ് അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന് പ്രവാചകൻ കൊടുക്കുന്ന ഉപദേശങ്ങൾ. എന്റെ ഖലീലായ പ്രവാചകൻ എനിക്ക് നൽകുന്ന ഉപദേശങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്ന ചരിത്ര പ്രസിദ്ധമായ ഉപദേശങ്ങൾ കാണാം. ഔസാനി ഖലീലി അല്ലാ തുശീകു ബില്ലാഹി ശൈഅ. ഒന്നാമത്തെ ഉപദേശം, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്, അല്ലാഹുവിനെ ഇടയാളന്മാരെ ചേർക്കരുത്, നിദ്ദിനെ ഉണ്ടാക്കരുത്, നീ തൗഹീദുള്ളവനായി ജീവിക്കണം എന്ന ഉപദേശമാണ്. വൈൻ ഉത്തിഅതു വഉലിഖത്, നീ കൊല്ലപ്പെട്ടാലും നീ കരിക്കപ്പെട്ടാലും ശരി തൗഹീദിൽ മായം ചേർക്കുന്നത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വലാ തത്റകു സ്വലാത്തൻ മക്തൂബത്തൻ മുതഅമ്മിദത്തൻ ഫമൻ തറകഹാ മുതഅമ്മിദൻ ഫഖദ് ബരിഅതു മിൻഹു ദിമ്മ. എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായാലും മനഃപൂർവ്വം ഒരിക്കലും നിന്റെ നിർബന്ധമായ നമസ്കാരങ്ങൾ നീ നഷ്ടപ്പെടുത്തി കളയരുത്. ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശങ്ങളിൽ രണ്ടാമതായി പ്രവാചകൻ അത് കൊടുത്തു.
എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു വലാ തശ്റബിൽ ഖംറ ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർരി, ഒരിക്കലും നീ മദ്യപിക്കരുത്, നീ ലഹരി ഉപയോഗിക്കരുത്, നിശ്ചയമായും എല്ലാ തിന്മകളുടെയും താക്കോലാകുന്നു. എത്ര കൃത്യമായിട്ടാണ് പ്രവാചകൻ ആ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുള്ളത്. എല്ലാ തിന്മകളുടെയും താക്കോലാണ് ലഹരി എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചാൽ മറ്റു തിന്മകളിലേക്കെല്ലാം പോകും. അതുകൊണ്ട് പ്രവാചകൻ തൗഹീദിനോട് ചേർത്ത് ഒരു വിശ്വാസിയുടെ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഉപദേശിച്ചതാണ് ലഹരി എന്നത് ഒരു നിലക്കും ഒരു മനുഷ്യൻ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. അതിന്റെ ഗൗരവമാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മദ്യത്തെയും മറ്റെല്ലാ ലഹരികളെയും പരിശുദ്ധ ഖുർആൻ ഞാൻ ആമുഖമായി ഊതി വെച്ച വചനം നമുക്കറിയാം. അല്ലാഹു പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളോടാണ് ആ വിളി. പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിച്ച് പറയുന്നുണ്ട്, ഈ വിളിയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ചാൽ അതിന് ഉത്തരം നൽകുന്ന മുഴുവൻ സത്യവിശ്വാസികൾക്കും അതിനുശേഷം പറയുന്ന നിയമങ്ങൾ ബാധകമാണ്, അത് നിർബന്ധമാണ് അത് ചെയ്യുക എന്നുള്ളത്. ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു വൽ അസ്ലാം, ഇന്നമൽ ഖംറു വൽ മൈസർ, ചൂതാട്ടവും അതുപോലെ ലഹരിയും കള്ളും പ്രതിഷ്ഠയും പ്രശ്നം വെച്ച് നോക്കലും ഇത്തരം കാര്യങ്ങളൊക്കെ രജിസും മിൻ അമലി ശൈത്വാൻ, പിശാചിന്റെ മ്ലേച്ഛതയാണ്, പൈശാചികമായ മ്ലേച്ഛവൃത്തിയാണ്. അതുകൊണ്ട് ഫജ്തനിബൂഹു, അത് ഉപേക്ഷിക്കണം. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ ഉപേക്ഷിക്കണം. നോക്കൂ നിങ്ങൾ, വിഗ്രഹാരാധനയോട് ചൂതാട്ടത്തോട് അള്ളാഹു ചേർത്ത് പറഞ്ഞൊരു കാര്യമാണ് ലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്നത്. ഫജ്തനിബൂഹു, അതുകൊണ്ട് തന്നെ ഉപയോഗിക്കരുത്, നിഷിദ്ധമാക്കി അള്ളാഹു. ലഅല്ലകും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾ വിജയികളായേക്കാം. എന്തിനാണ്? അതിൽ ചെറിയ ആനന്ദം കണ്ടെത്താം, അതിൽ ചില സുഖങ്ങൾ ഉണ്ടാകും, അതിലൊരു അഡിഷൻ ഉണ്ടാകും. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തിനാണ് അള്ളാഹുവിന്റെ കൽപ്പന ഇപ്രകാരം പറഞ്ഞപ്പോൾ അതിനുശേഷം പിശാച് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഖുർആൻ പറഞ്ഞു. ഇന്നമാ യുരീദു ശൈത്വാൻ, പിശാചിന്റെ ലക്ഷ്യം എന്താണ്? അയ്യൂഖിയ ബൈനകുൽ അദാവത്തു വൽ ബഅ്ദാഹ്, ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഇടയിൽ പരസ്പരം ശത്രുതയും പകയും ഉണ്ടാക്കി, നിങ്ങളുടെ ഇടയിൽ കുടുംബകലങ്ങളും വ്യക്തി അപഹരണങ്ങളും കുടുംബ ശിഥിലീകരണങ്ങളും മറ്റ് പ്രശ്നകലുഷിതമായ അവസ്ഥകളും സംജാതമാകാൻ ഇത് കാരണമാകും എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. മാത്രമല്ല വയസുദ്ദഖും അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് റബ്ബിന്റെ മാർഗ്ഗത്തിൽ നിന്ന് വഴിതെറ്റി പോകാൻ അത് കാരണമാകും. വഅനിസ്സലാത്ത്, നമസ്കാരത്തിൽ നിന്ന് വഴിതെറ്റി പോകും. വഹൽ അൻതും മുൻതഹൂൻ, അതുകൊണ്ട് നിങ്ങൾ വിരമിക്കാൻ നിങ്ങൾക്ക് സമയമായില്ലേ? ഇത് കേട്ടാൽ പിന്നെ നമ്മൾ ലഹരി ഉപയോഗിക്കാൻ പാടില്ല, ഒരു നിലക്കും ഉപയോഗിക്കാൻ പാടില്ല. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. പ്രവാചകൻ ഈ ആയത്ത് ഓതി കൊടുത്തു. മദീനയുടെ തെരുവുകളിലേക്ക് പ്രവാചകൻ ഒരു വിളംബരക്കാരനെ അയക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, കള്ള് അഥവാ ലഹരി നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നു, അത് ഹറാമാക്കിയിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. സ്വഹാബിമാര് അവരിങ്ങനെ അന്ന് അവർക്കത് ഹറാമായിരുന്നില്ല. അതിന് മുമ്പ് സ്വഹാബിമാര് കൂടിയിരുന്ന് അബൂതലാർ റളിയല്ലാഹു അൻഹു മദ്യം വിതരണം ചെയ്യാണ്. സ്വഹാബിമാര് കൂടിയിരുന്ന് ആ കള്ളിന്റെ വിതരണത്തിലാണ്. ഈ സന്ദേശം കേട്ടതോടുകൂടി അവർ അബൂതലാർ റളിയല്ലാഹു അൻഹു മറ്റു സ്വഹാബിമാരോട് പറയാണ്, പ്രവാചകന്റെ കൽപ്പന വന്നതോടുകൂടി അത് ഉപേക്ഷിക്കുന്നു, മദ്യത്തിന്റെ ചഷകങ്ങൾ തല്ലി തകർക്കുന്നു. ചരിത്രത്തിൽ കാണാം, മദീനയിലൂടെ കള്ളിന്റെ അരുവി ഒഴുകുമാറ് കള്ളുകളെല്ലാം തല്ലി തകർത്ത് അവർ കുടിച്ചവർ അവരുടെ കായ് വായിലേക്ക് കൈയിട്ട് ഛർദ്ദിച്ചു. അങ്ങനെ പാടെ അത് ഉപേക്ഷിക്കുന്ന, പിന്നീട് ഒരിക്കലും അതിലേക്ക് തിരിയാത്ത രൂപത്തിൽ മാറ്റമുണ്ടാകുന്ന, ആത്മീയമായ മാറ്റമുണ്ടാക്കുന്ന ഒരു ചരിത്രമാണ് നമ്മൾ കാണുന്നത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ജാഹിലിയത്ത് നമ്മൾ അറിയണം. എന്താണ് ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ? കള്ളിനും പൊന്നിനും വേണ്ടി ജീവിച്ചിരുന്ന, നിസാരമായ പ്രശ്നങ്ങൾക്ക് തമ്മിൽ തല്ലിയിരുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിലേക്കാണ് ഇത്തരം സന്ദേശങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ നൽകുന്നത്. മദ്യത്തെ വർണ്ണിച്ചുകൊണ്ട് പാട്ടുപാടുക, കവിത പറയുക, എന്നിട്ട് അവരുടെ പേടി എന്താണെന്ന് അറിയും? മരിക്കുമെന്ന പേടിയല്ല, മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് കള്ളു കുടിക്കാൻ കഴിയില്ലല്ലോ, ലഹരി ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ എന്ന് ഭീതിപ്പെട്ടിരുന്ന, ഭയപ്പെട്ടിരുന്ന ആളുകളാണ് ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നത്. ഒരു കവി പാടിയ കവിതയുണ്ട്, ഇദാമത്തു ഫദ്ഫിനി ഇലാ ജംബി ഖർമത്തിൻ തുറബ്ബി ഇളാമി ബഅദ മൗതി ഉറൂഖുഹാ വലാ തദഫനി ബിൽ ഫലാത്തി ഫഇന്നനി അഖാഫു ഇദാ മാ മുത്തു അല്ലാ അദൂഖുഹാ. ഞാൻ മരിച്ചാൽ എന്നെ മുന്തിരിവള്ളിയുടെ ചൗട്ടിൽ മറമാടണം. എന്തിനാണത്? മരണശേഷവും എന്റെ എല്ലുകൾക്ക് അതിന്റെ നീരുകൾ കുടിക്കാമല്ലോ. എന്നിട്ട് അവർ പറയുന്നത് എന്താണ്? ഒരിക്കലും ബിൽ ഫലാത്തി, നിങ്ങൾ ഒരിക്കലും മരുഭൂമിയിൽ കൊണ്ട് ശ്മശാനയിൽ എന്നെ മറമാടരുത്. ഫഇന്നനി അഖാഫു, ഞാൻ ഭയപ്പെടുന്നു, ഇദാ മാ മുത്തു അല്ലാ അദൂഖുഹാ,
അങ്ങനെ മറമാടിക്കഴിഞ്ഞാൽ അതിന്റെ മാധുര്യം, കള്ളിന്റെ സുഖം എനിക്ക് ആസ്വദിക്കാൻ കഴിയില്ലല്ലോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നുപോലും ഭയപ്പെട്ടിരുന്ന, അത്രമേൽ കള്ളിൽ മുങ്ങിത്തപ്പിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് പരിശുദ്ധ ഖുർആനിന്റെ വചനം വിശ്വാസം അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ പൂർണ്ണമായും ലഹരിയെ അവർ ഒഴിവാക്കാൻ അതിന് കാരണമായത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഉപദേശിച്ചത് എത്ര കൃത്യമായിട്ടാണ് നോക്കൂ നിങ്ങൾ. അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ്, ഉമ്മുൽ ഫവാഹിഷ്, എല്ലാ തിന്മകളുടെയും മദ്യം എന്ന് പറയുന്നത് മ്ലേച്ഛതകളുടെ മാതാവാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു. അക്ബറുൽ ഖബായിർ, വൻപാപങ്ങളിൽപ്പെട്ടതാണ്. മൻ ശരിബഹ വഖഅ അലാ ഉമ്മിഹി വഖാലതിഹി വഅമ്മതിഹി, ആരെങ്കിലും മദ്യം ഉപയോഗിച്ചാൽ അവൻ അവന്റെ ഉമ്മയെ, അവന്റെ പിതൃ സഹോദരിയെ, അവന്റെ മാതൃ സഹോദരിയെ അതിലേക്ക് സമീപിച്ചവനാണ്. വ്യക്തമായി പറഞ്ഞാൽ അവർ വ്യഭിചരിച്ചതിന് തുല്യമാണ് എന്നുപോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവത്തെ സഹാബത്തിന്റെ മുന്നിൽ ഉണർത്തി കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കുക, ഇന്ന് ഇത് ഇത്ര കാര്യത്തിൽ ഇപ്പൊ ഗൗരവത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ ഒരു വിവാഹത്തിലും അതുപോലെ സൽക്കാരത്തിന് ഗൾഫിൽ നിന്ന് വന്നാൽ എയർപോർട്ടിൽ നിന്ന് തന്നെ പുതിയായിട്ട് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് കൂട്ടുകാർക്ക് കൊടുക്കുന്ന കാഴ്ചകൾ അതിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാണ്. അതുപോലെ വിവാഹ സൽക്കാരത്തിന്റെ പേരിൽ കൂട്ടുകാർക്ക് കുപ്പി എടുത്തു കൊടുക്കുക, അതുപോലെയുള്ള പരിപാടികൾ, അതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ, ബിയർ ഉപയോഗിക്കൽ, വൈദ്യ, അങ്ങനെ പല പേരുകളിൽ ലഹരി പദാർത്ഥങ്ങൾ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികൾ പോലും ഇന്ന് പല ഷാപ്പുകളിൽ പോയി ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു അവസ്ഥയാണ്. മാത്രവുമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെയുള്ള മദ്യപാനികൾ അനുഗ്രഹത്തിന്റെ കേദാരമായ, സമാധാനത്തിന്റെ ഗേഹമായ സ്വർഗ്ഗപ്രവേശനം അവർക്ക് നിഷിദ്ധമാണ്. യദ്ഖുലുൽ ജന്നത, പ്രവാചകൻ പറഞ്ഞു, വലാ മുദ്മിനുൽ ഖംർ, കള്ളുകുടിയനായ മനുഷ്യൻ, ലഹരി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നവൻ, അത്തരം ഒരു കുടിയൻ, ഒരിക്കലും ഒരു ലഹരി ഉപയോഗിക്കുന്നവൻ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ലാ യദ്ഖുലുൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ കടക്കുകയില്ല. നിസ്സാരമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ അത് ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മദ്യം, ചിലർ പറയാറുണ്ട് ഞാൻ മദ്യം കുടിക്കുന്നില്ല, അതിന്റെ സദസ്സിൽ ഇപ്പൊ ഒരു വലിയ ഓഫീസ്, വലിയ ഏതെങ്കിലും കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവിടെ ഇങ്ങനെ എന്തെങ്കിലും പാർട്ടി നടക്കുമ്പോൾ അതിന്റെ കൂടെ പോയിരിക്കുക, അങ്ങനെ കൂട്ടുകാരോടൊപ്പം പോവുക. ഞാൻ കുടിക്കുന്നില്ലല്ലോ, അതിന്റെ കൂടെ പോയിരിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, ഇത്തരം കാര്യങ്ങളല്ലേ ചെയ്യുന്നുള്ളൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. മദ്യവുമായി, ലഹരിയുമായി, മദ്യം എന്ന് പറയുമ്പോൾ അവിടെ ഹംറിന് പണ്ഡിതന്മാർ കൊടുത്ത അർത്ഥം ലഹരി, എല്ലാ ലഹരി പദാർത്ഥങ്ങളും, എന്തൊക്കെ ലഹരിയുണ്ടോ അതെല്ലാം, അതുമായി ബന്ധപ്പെടുന്നവർക്കെല്ലാം അല്ലാഹുവിന്റെ ശാപമുണ്ട് എന്ന് പ്രവാചകൻ. അതൊന്നും പാടില്ല എന്നാണ് പഠിപ്പിച്ചത്. ലഅനല്ലാഹുൽ ഖംറ വലഅന ശാരിബഹ വസാഖിയഹ വആസിറഹ വമുഹ്തസിറഹ, കുടിച്ചവനും കുടിപ്പിച്ചവനും, അതുപോലെ തന്നെ ഉണ്ടാക്കിയവനും, വബായിഹ, അതുപോലെ തന്നെ വിൽക്കുന്നവനും വാങ്ങുന്നവനും, വഹാമിലഹ വൽ മഹ്മൂലത ഇലൈഹി, ചുമക്കുന്നവനും വഹിച്ചു കൊണ്ടുപോകുന്നവനും, അതുപോലെ തന്നെ വആകില തമനിഹ, കുടിച്ചില്ലെങ്കിലും അതിന്റെ പണം ഭുജിക്കുന്നവനും കഴിക്കുന്നവനും എല്ലാം, ഇതെല്ലാം നിഷിദ്ധമാണ്. അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയമുള്ള സഹോദരങ്ങളെ ഉണർത്തുകയാണ്. കേരളം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു മറുഭാഗമുണ്ട്. ഒരു വശം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് കള്ള് എന്ന് പറയുമ്പോൾ അതിന്റെ മറ്റ് അപകടകരമായ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചുകൊണ്ട് കേരളം പ്രത്യേകിച്ച് ഇന്ത്യയിലെ 1,00,000-ൽ പരം കേസുകളാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ കേസ് റിപ്പോർട്ട് ചെയ്തത് മറ്റ് സ്റ്റേറ്റുകളിലൊന്നുമല്ല. നമ്മൾ പലപ്പോഴും അഭിമാനത്തോട് പറയാണ് കേരളം സാക്ഷരതയിൽ 1-ാം സ്ഥാനത്താണ്, അതുപോലെ ആരോഗ്യ മേഖലയിൽ 1-ാം സ്ഥാനത്താണെന്നൊക്കെ അഭിമാനത്തോടുകൂടി പറയാറുണ്ട്. ഈ കേരളമാണ് 30,000-ത്തിലധികം, ഈ 1,00,000-ൽ 30,000-ത്തിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കേരളത്തിലാണ്. അതിൽ തന്നെ 6,000-ഓളം കേസുകൾ എറണാകുളത്തും, പല കണക്കുകളാണ്, 6,000-ഉം 7,000-ഉം, അതുപോലെ തന്നെ കോഴിക്കോടും മലപ്പുറവും തെക്കൻ ജില്ലകളിലും ഒക്കെ പ്രധാനപ്പെട്ട പല ജില്ലകളിലും ഇതുപോലെ ധാരാളം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. കേരളം ഇങ്ങനെ ലഹരിയുടെ ഒരു ഈറ്റില്ലമായി മാറിക്കൊണ്ടിരിക്കുന്ന, നാണിപ്പിക്കുന്ന വളർച്ച ഇന്ന് ഏറെ അപകടകരമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് സർക്കാർ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഇത്തരം ഒരു പ്രവർത്തനം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. നമ്മളെല്ലാം അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട സമയമാണ്. നോക്കൂ നിങ്ങൾ, ലഹരിയിൽ നിന്ന് ഓരോ വർഷവും 30,000-ത്തിലധികം ആളുകളാണ് ഡി അഡിക്ഷൻ സെന്ററുകളിലേക്ക് അതിൽ മോചിതനാകാൻ വേണ്ടി വരുന്നത്. അത് മാത്രവുമല്ല, അവിടെ നിന്ന് ഇത്തരം സ്ഥലങ്ങളിൽ വിമുക്തി നേടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എണ്ണമാണ്. ഇത് കണക്കിലുള്ളത് മാത്രമാണ്, അല്ലാതെ എത്രമാത്രം ഉണ്ടായിരിക്കും എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. എത്രമാത്രം മുന്നിലാണ് കേരളം എത്തിയിരിക്കുന്നത് ഇതിന്റെ അപകടം മനസ്സിലാക്കും. മാത്രവുമല്ല, നമ്മൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം. വിശ്വാസികൾ എന്ന നിലക്ക് ഇപ്പോ നമ്മുടെ നാട്ടില് ഹെൽമെറ്റ് ഇടാതെ വണ്ടിയിൽ പോയാൽ
ബൈക്കിൽ പോയാൽ പെറ്റിയടിക്കും, അവിടെ ഫൈൻ ഉണ്ടാകും, 500 രൂപ ഫൈൻ വരും. അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടാതെ കാറിൽ പോയാൽ ഫൈൻ വരും. അതുപോലെ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചാൽ ഫൈൻ വരും. ഇതൊക്കെ എന്തിനാണ് ഇത്തരം ഫൈനുകൾ വെച്ചിരിക്കുന്നത്? ഇത് ഇത്തരം കുറ്റകൃത്യങ്ങൾ കുറയാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഇത്തരം കാര്യങ്ങൾ വെച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ അവിടെ അതേ സാഹചര്യത്തിലും അതേ പ്ലാറ്റ്ഫോമുകളിലും ഇത്തരം കള്ള് അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളും വിറ്റുകൊണ്ടിരിക്കുന്നു എന്നത്, കോടിക്കണക്കിന് രൂപയാണ് അതിന്റെ പേരിൽ വിറ്റു വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നതിന്റെ അപകടം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ലഹരിക്കെതിരെ സംസാരിക്കുന്നവർ പോലും ലഹരി കൊണ്ട് പിടിക്കപ്പെടുന്ന വാർത്തകളും നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അവസ്ഥകളാണ് സഹോദരങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയപ്പെടുത്തുന്ന ചില കണക്കുകൾ. എന്തിനാണ് ഈ കണക്കുകൾ പറയുന്നത് വെച്ചാൽ നമ്മുടെ നാട്ടിൽ എത്രമാത്രം ഇത് വളർന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ലഹരിയുടെ ഏകദേശം 16% ഉപയോഗിക്കുന്നത് അത് നമ്മുടെ കേരളത്തിലാണ് ഓരോ കൊല്ലവും എന്ന് പ്രത്യേകമായ കണക്കുകൾ നമ്മൾ കാണുകയാണ്. 130ഓളം കോടി 26 കോടി ലിറ്ററാണ് ഓരോ വർഷവും കള്ളുകൾ കുടിച്ച് തീർത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ എത്രയോ ലിറ്ററുകളാണ് ഓരോ മനുഷ്യനും ഈ കുടിയന്മാരായ ആളുകൾ അവരുടെ വയറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ആരോഗ്യമുള്ള കേരളമെന്നും ആരോഗ്യമുള്ളവരാണ് എന്നും ഒക്കെ പറഞ്ഞിരുന്ന ആ സ്ഥലത്ത് ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നമ്മുടെ നാട് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഓരോ മാസവും 35,000 കിലോ പാൻ മസാലകളാണ് പല പേരുകളിൽ വിറ്റേക്കുന്നത്. വേറൊരു 18ഓ 20ഓ പേരുകളിൽ അതിങ്ങനെ പാൻപരാഗെന്നോ കൂളെന്നോ അതുപോലെ ശംഭു എന്നോ അതുപോലെയുള്ള പല പേരുകളിൽ അറിയപ്പെടുന്ന ലീഗലായി വിൽക്കാൻ അനുവാദമില്ലാത്തതുമായിട്ടുള്ള പല നിരക്കുള്ള പാൻ മസാലകൾ ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത് ഇത്തരം കണക്കുകൾ നമുക്ക് കാണാൻ കഴിയും. ഒരു മനുഷ്യൻ നമ്മുടെ വീടുകളിലേക്ക് അരി വാങ്ങുന്നു, പഞ്ചസാര വാങ്ങുന്നു, വീട്ടുപകരണ സാധനങ്ങൾ വാങ്ങുന്നു, വീട്ടാവശ്യ സാധനങ്ങൾ വാങ്ങുന്നു. ഇതിനൊക്കെ ചെലവാക്കുന്നതിനേക്കാൾ കൂടുതൽ പണം ഇതിനു വേണ്ടി ചെലവ്. ഒരു വർഷം മദ്യത്തിന് 7,860 കോടി രൂപയാണ് ചെലവാക്കിയിട്ടുള്ളത്. ഒരു വർഷം സിഗരറ്റ് വലിക്കാൻ വേണ്ടി 300 കോടി രൂപയാണ് ചെലവാക്കിയിട്ടുള്ളത്. ഒരു വർഷം ഇത്തരം പാൻ മസാലകൾ ഉപയോഗിക്കാൻ 100 കോടി രൂപയാണ് ചെലവാക്കിയിട്ടുള്ളത്. ഇതൊക്കെ കണക്കിൽപ്പെടുന്നതാണ്. ഇതിന് പുറമെ സിന്തറ്റിക് ലഹരിയുടെ അതിപ്രസരം ഇന്ന് നമ്മുടെ നാടുകളിൽ അതിന്റെ ദുരന്തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മദ്യത്തേക്കാൾ അപകടകരമാണ് അത്തരം ലഹരികൾ. MDMA പോലെ പല സ്റ്റിക്കറുകൾ പോലെ വായിൽ വെച്ച് കുട്ടികൾക്ക് പല മിഠായിയുടെ രൂപങ്ങളിൽ പോലും അത്തരം ലഹരികൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയോ? ഒരു കള്ളുകുടിയൻ ഒരാളാകണമെങ്കിൽ കുറെ നാളായി കള്ളുകുടിക്കുമ്പോൾ അയാൾ സ്ഥിരമായി അതിന്റെ അഡിക്റ്റായി കള്ളുകുടിയനായി മാറും. പക്ഷേ ഈ ലഹരി പദാർത്ഥങ്ങൾ മറ്റ് ഈ പറഞ്ഞ സിന്തറ്റിക് ലഹരി എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയല്ല. അത് പെട്ടെന്ന് തന്നെ അതിന്റെ ആളായി മാറുകയാണ്, അതിന്റെ അടിമയായി മാറുന്ന അവസ്ഥയാണ് അതിന്റെ ഏറ്റവും വലിയ അപകടം എന്നത് നമ്മൾ മനസ്സിലാക്കണം. ചെറിയ കുട്ടികളിൽ പോലും അതിന്റെ ഉപഭോക്താക്കൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടം. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് സഹോദരങ്ങളെ? വൻകിട ഇത് കയറ്റുമതി ചെയ്യുന്ന പല ആളുകളും മ്യാൻമർ കടലിടുക്കുകളിലൂടെ ഇത് കയറ്റുമതി ചെയ്യുന്നു എന്ന കണക്ക് റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഇവിടുത്തെ പോലീസ് അന്വേഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വലിയ വലിയ ഗുണ്ടാ നേതാക്കന്മാരും ഇതിന്റെ ഡീലർമാരും അവരിങ്ങനെ കൈക്കൂലി കൊടുത്ത് ഇതൊക്കെ രക്ഷപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത്. ഇതിനൊക്കെ അറുതിയില്ലെങ്കിൽ നമ്മുടെ നാട് എത്ര ഭയാനകമായ അവസ്ഥയിലേക്കാണ് വഴിമാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. കള്ളും അതുപോലെ തന്നെ ചാരായവും കഞ്ചാവിനും നിന്നുമൊക്കെ ഇന്ന് ഇത്തരം രാസലഹരിയിലേക്ക് ഒരുപാട് കുട്ടികൾ വഴിമാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ പണ്ട് കാലത്തൊക്കെ ആളുകൾ കള്ളു കുടിച്ചിട്ട് വീട്ടിലേക്ക് വന്ന് ഭാര്യയെ തല്ലുന്നു, അല്ലെങ്കിൽ ഉമ്മയെ തല്ലുന്നു, അമ്മയെ തല്ലുന്നു എന്നുള്ള വാർത്തകളൊക്കെ കാണുകയും അതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളതെങ്കിൽ ഇന്ന് കുട്ടികൾ പ്രായം കുറഞ്ഞ കുട്ടികൾ പോലും ഇതുപോലെയുള്ള MDMA പോലെയുള്ള സാധനങ്ങൾ അത് ഉപയോഗിച്ചിട്ട് എന്താ സംഭവിക്കുന്നത്? അടിക്കുക പിടിക്കുക എന്ന് മാത്രമല്ല, ഏതെങ്കിലുമൊക്കെ മാരകായുധങ്ങളുമായി വന്ന് നിഷ്ഠൂരം കൊല ചെയ്യാൻ പോലും മടിയില്ലാത്ത എത്രയോ കേസുകളാണ് ഈ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ. ഓരോ മനുഷ്യന്റെയും ശരീരം ഇതെങ്ങനെ കാർന്നു നിൽക്കുന്നു. ഓരോ വർഷവും കേരളത്തിലെ ലഹരി ഉപയോഗം മൂലം 80,000 പേർക്കാണ് ക്യാൻസർ ഉണ്ടാകുന്നത് എന്ന റിപ്പോർട്ടുകളിൽ കാണുന്നത്. 8 ലക്ഷം പേരാണ് അതുമൂലം കരളിന് ബാധിച്ചുകൊണ്ട് രോഗികളായി മാറിയിട്ടുള്ളത്. ഒറ്റത്തവണ ഈ ലഹരി ഉപയോഗിക്കുന്നതോടുകൂടി അവന്റെ ബ്രെയിനിലെ 1500 സെല്ലുകൾ നശിക്കുകയാണ്. ഒരു പിതാവ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. ഡോക്ടറോട് ചോദിക്കണം, മോൻ എന്ത് പറ്റി എന്ന് ചോദിച്ചു. മോൻ അഡ്മിറ്റ് ആക്കി. ആ മകൻ എന്ത് പറ്റി എന്ന് ഡോക്ടറോട് ചോദിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞു, മോന് പ്രശ്നമൊന്നുമില്ല, അവന്റെ തലയുടെ ഒരു ഭാഗം നശിച്ചിരിക്കുന്നു. എന്ത് അപകടമാണ് പറ്റിയത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഡോക്ടർ പറഞ്ഞത് അപകടമൊന്നും പറ്റിയിട്ടില്ല, അവൻ കാർ അപകടം പറ്റിയിട്ടില്ല, ബൈക്ക് അപകടം പറ്റിയിട്ടില്ല, മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഒരു ഗുളിക കഴിച്ചതാണ്. ഒരു ഗുളിക കഴിച്ചതാണ്, MDMA പോലെയുള്ള മാരകമായ ഒരു ഗുളിക കഴിച്ചതാണ്, അവന്റെ തലയുടെ ഒരു ഭാഗം നശിച്ചു പോയിരിക്കുന്നു എന്ന് ഡോക്ടർ പറഞ്ഞ വാർത്തകൾ സഹോദരങ്ങളെ നമ്മൾ കേൾക്കുകയാണ്.
എത്രയോ രോഗങ്ങളാണെന്ന് അറിയുമോ ഒരു തവണ ഈ ലഹരി ഉപയോഗിക്കുന്നതോടുകൂടി പിടിപെടുന്നത് എന്ന് കാണുന്നത്. അതുപോലെ എത്രയോ പ്രതിരോധ രോഗങ്ങൾ വരുന്നതിന് പ്രതിരോധ ശേഷിയാണ് നഷ്ടപ്പെടുന്നത് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഓരോ വർഷവും ഈ ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ട് എത്രമാത്രം റോഡപകടങ്ങളാണ്, 40,000-ത്തിലധികം റോഡപകടങ്ങളാണ് ഈ ഒരു ലഹരി ഉപയോഗം കാരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം കൊലപാതകങ്ങൾ, കുടുംബ കലഹങ്ങൾ, കുടുംബ ശിഥിലീകരണങ്ങൾ, വ്യക്തി അപകരണങ്ങൾ, കൂട്ടുകാർ തമ്മിൽ ലഹരി ഉപയോഗിച്ച് മറ്റവനെ കൊല്ലുകയാണ്. എത്രയോ വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലഹരിയിൽ ഒലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജീവിതം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഈ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടില്ലേ, തിരുവനന്തപുരത്ത് സ്വന്തം കുടുംബത്തിൽപ്പെട്ട സഹോദരനെയും അതുപോലെ തന്നെ കുടുംബത്തിൽപ്പെട്ട 5ഓളം ആളുകളെ ലഹരി ഉപയോഗിച്ച് ഒരു യുവാവ് കൊലപ്പെടുത്തിയത്. എറണാകുളത്തല്ലേ അതുപോലെ തന്നെ മറ്റൊരു യുവാവ് ലഹരി വാങ്ങാൻ അതിന്റെ പണത്തിന് വേണ്ടി 9ഓളം ആളുകളെ കൊല ചെയ്യപ്പെട്ടത്. ഇതുപോലെ തന്നെ സഹോദരിയെ പീഡിപ്പിച്ചത് ലഹരി ഉപയോഗിച്ചിട്ടല്ലേ. ഇങ്ങനെ എത്ര വാർത്തകൾ നമ്മൾ കാണുന്നു. ഇതിനൊക്കെ ഒരു കാരണമുണ്ട് സഹോദരങ്ങൾ. എന്താ കാരണം എന്നറിയോ? നമ്മൾ മറ്റു പല ഭാഗങ്ങളും അന്വേഷിക്കുമ്പോൾ, മറ്റു പല കാര്യങ്ങളും തിരയുമ്പോൾ അവിടെ മനസ്സിലാക്കുന്നുണ്ട് ഈ കുട്ടികൾ ഇതിലേക്ക് പോകാൻ പല കാരണങ്ങളുണ്ട്. അത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന സിനിമകൾ ഇന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലഹരി ഉപയോഗിച്ച് അതിങ്ങനെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന, അത് കാണിക്കുന്ന, അതിന്റെ ആനന്ദം കാണിക്കുന്ന, അതിന്റെ സുഖങ്ങൾ കാണിക്കുന്ന സിനിമകൾ ഇറങ്ങുമ്പോൾ അതിലേക്ക് കുട്ടികൾ പ്രോത്സാഹിപ്പിക്കപ്പെടുകയാണ്. സിനിമാ സന്ദേശങ്ങൾ എന്ന് പറയുന്നത് അക്രമങ്ങളും അതുപോലെ തന്നെ ഇത്തരം ലഹരി ഉപയോഗങ്ങളും മാത്രമായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് അത്തരം സിനിമകളാണ് ഇന്ന് ഇറങ്ങുന്നത്. അതുപോലെ ദുഷിച്ച കൂട്ടുകെട്ടുകൾ അതിന്റെ ഒരു കാരണമാണ്. പല മാനസിക പ്രശ്നങ്ങളും പലർക്കുമുണ്ട്. അവരെ ചേർത്ത് പിടിക്കാൻ, ആ കുട്ടികളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. അതൊക്കെ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് മാതാപിതാക്കളും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ ഒരുപാട് പ്രശ്നങ്ങളേക്ക് നയിക്കുന്ന ഇത്തരം അപകടങ്ങളിൽ നിന്ന് നമ്മുടെ മക്കളെ മാറ്റിയെടുക്കാനുള്ള ശ്രമം നമുക്കുണ്ടാകണം. ലഹരി നിർമ്മാർജ്ജനത്തിനുള്ള മാർഗങ്ങൾ നമ്മൾ ബോധവൽക്കരണങ്ങൾ നമ്മൾ നടത്തണം. മദ്യത്തിന്റെയും ലഹരിയുടെയും ഉപയോഗം മൂലം സംഭവിക്കുന്ന മഹാദുരന്തങ്ങളെ പറ്റി സമൂഹത്തെ ബോധവൽക്കരിക്കാൻ മോഹിതകളായ ഇതിന്റെ ഗൗരവം അറിയുന്ന ആളുകൾ എന്ന നിലയ്ക്ക് നമ്മൾ തയ്യാറാകണം. ലഹരിയുടെ ഉറവിടങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. ലഹരി ലഭ്യമാകുന്ന സ്രോതസ്സുകളെ നമ്മുടെ നാടുകളിൽ നിന്ന് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അതിന്റെ സാഹചര്യങ്ങൾ നിലനിൽക്കെ നമ്മുടെ ഉപദേശങ്ങൾ ബലം ചെയ്യില്ല എന്ന കാര്യം മനസ്സിലാക്കുമ്പോൾ അത് തടയാനുള്ള ശ്രമമാണ് ഉണ്ടാകേണ്ടത്. ആരെങ്കിലും ഒക്കെ ലഹരി ഉപയോഗിക്കുന്നു മനസ്സിലാക്കി കഴിഞ്ഞാൽ MDMA അവൻ കഞ്ചാവാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തലല്ല, അങ്ങനെ അവരെ കുറ്റപ്പെടുത്തി ഒഴിവാക്കലല്ല, അവൻ കൂടുതൽ അപകടത്തിലേക്ക് പോകണം. അവരെ ചേർത്ത് നിർത്തുവാനും അതുപോലെ തന്നെ അവർക്ക് കൗൺസിലിംഗ് നൽകാനും മാറ്റിയെടുക്കാനും നമ്മൾ തയ്യാറാകണം. നോക്കൂ നിങ്ങൾ, ഹിജ്റ 80-ൽ ജീവിച്ച മഹാനായ പണ്ഡിതനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ചരിത്രമുണ്ട്. അദ്ദേഹം എല്ലാ ദിവസവും രാത്രിയിൽ നമസ്കരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം രാത്രി നമസ്കരിക്കുമ്പോൾ എപ്പോഴും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അയൽവാസി ഉണ്ടായിരുന്നു. ആ അയൽവാസി എന്ന് പറഞ്ഞാൽ ഒരു ചെരുപ്പ് കുത്തുകാരനാണ്, ചെരുപ്പ് ശരിയാക്കുന്ന ആളാണ്. അയാൾ രാത്രിയിൽ പകൽ മൊത്തവും ജോലിയെടുക്കും. രാത്രിയിൽ അയാൾ വീട്ടിലേക്ക് വരും, ഏതെങ്കിലും ഇറച്ചിയോ മീനോ കൊണ്ടുവരും, പാകം ചെയ്യും. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് അതിങ്ങനെ ആ പൈസക്ക് കള്ളു വാങ്ങും. എന്നിട്ട് കള്ളു കുടിച്ചിട്ട് ലഹരി ഉപയോഗിച്ചിട്ട് രാത്രിയിൽ ഇങ്ങനെ ഉറക്കെ പാട്ടുപാടുകയും മട്ടഹസിക്കുകയും ചെയ്യും. അയൽവാസികൾക്കൊന്നും കടന്നുറങ്ങാൻ പറ്റാത്ത വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്. മഹാനായ അബൂ ഹനീഫ റഹിമഹുല്ലാഹ് രാത്രിയിൽ നമസ്കരിക്കാൻ വേണ്ടി എണീക്കുമ്പോൾ ഇതിങ്ങനെ കേൾക്കുകയാണ്. അദ്ദേഹം പാടുന്ന പാട്ട്, ഈ നാടിന് എന്നെ ആവശ്യമില്ല, എന്നെ അവർ ഒഴിവാക്കിയിരിക്കുന്നു, ഈ നാടിന്റെ അതിർത്തി കാക്കാൻ എന്നെ അവർക്ക് ഉപയോഗിച്ചുകൂടായിരുന്നു എന്ന ആശയത്തിലുള്ള പാട്ടിങ്ങനെ അദ്ദേഹം പാടുകയാണ്. ഇങ്ങനെ ഒരു ദിവസം കുറെ ദിവസങ്ങളായി ഇദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കുന്നില്ല. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് ഇദ്ദേഹത്തെ അന്വേഷിച്ചു ചെന്നു. അപ്പോഴാണ് അറിഞ്ഞത് രാത്രിയിൽ വന്ന പോലീസുകാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന്. ആ ഇമാം അബൂ ഹനീഫ നേരെ കൊട്ടാരത്തിലേക്ക് അവിടുത്തെ അമീറിനെ കാണാൻ, സുൽത്താനെ കാണാൻ വേണ്ടി പോവുകയാണ്. കൊട്ടാരത്തിലെ സുൽത്താൻ ഇത് അറിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അബൂ ഹനീഫയെ വളരെ ബഹുമാനത്തോടു കൂടി സ്വീകരിക്കാൻ വേണ്ടി പരിചാരകരോട് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് സ്വീകരിച്ചു. താങ്കളുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത്, എന്റെ ഒരു അയൽവാസി ഉണ്ടായിരുന്നു, കുറെ ദിവസമായി അദ്ദേഹത്തെ കാണുന്നില്ല, അദ്ദേഹത്തെ ഇവിടെ ജയിലിലടച്ചു എന്നാണ് അറിഞ്ഞത്, അദ്ദേഹത്തെ മോചിപ്പിക്കണമെന്ന്. അങ്ങനെ ആ കൊട്ടാരത്തിൽ അദ്ദേഹത്തെ മോചിപ്പിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് ഇമാം അബൂ ഹനീഫ തന്റെ വീട്ടിലേക്ക് വരികയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളെ ആർക്കാണ് വേണ്ടാത്തത്? താങ്കൾ എല്ലാ ദിവസവും പാട്ടിൽ പറയാറുണ്ടല്ലോ എന്നെ ആർക്കും ആവശ്യമില്ല എന്ന്. താങ്കളെ ആരും മറന്നിട്ടില്ല, താങ്കളെ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ലഹരി ഉപയോഗം അന്നത്തോടുകൂടി ഉപേക്ഷിച്ചുകൊണ്ട് പൂർണ്ണമായും ദീനിലേക്ക് മടങ്ങിയ ഒരു ചരിത്രം മഹാനായ അബൂ ഹനീഫ റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഇതിന്നൊരു പാഠമുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തലല്ല, അവരെ അപഹസിക്കലല്ല, അവരെ ചീത്ത വിളിക്കലല്ല,
അവരെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ഇത്തരം ഡീലർമാരുണ്ടെങ്കിൽ, ഇത്തരം കേന്ദ്രങ്ങളുണ്ടെങ്കിൽ അത് ഗൗരവത്തിൽ കാണാനും അതിനുവേണ്ടിയുള്ള ആക്ഷനുകൾ എടുക്കാനുമുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടത്. ഒരു ചെടി ഉണങ്ങിപ്പോയാൽ ഏത് കാറ്റ് വന്നാലും ആ ചെടി ആടി ഉലഞ്ഞു പോകും, നശിച്ചു പോകും. അതുപോലെ ആകരുത്. അതിന് വെള്ളവും വളവും കൊടുത്താൽ, അവർക്ക് കൊടുക്കേണ്ട സ്നേഹവും പരിചരണവും കൊടുത്താൽ ഏത് കാറ്റ് വന്നാലും ആടി ഉലയാതെ ഉറച്ചു നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്നത് നമ്മൾ മനസ്സിലാക്കുക. ദുഷിച്ച കൂട്ടുകെട്ടുകൾ നിയന്ത്രിക്കാൻ നമ്മൾ തയ്യാറാവുക. അതുപോലെ തന്നെ ലഹരി വിരുദ്ധ ടീമുകൾ ഉണ്ടാക്കുക. ലഹരി ആസ്വാദകരെ കണ്ടെത്താനും പിന്തിരിപ്പിക്കാനുമുള്ള ശ്രമം ഉണ്ടാവുക. നമ്മളുടെ മക്കൾ മാതൃകയാക്കുന്നത് മാതാപിതാക്കളെയാണ്. മാതാപിതാക്കൾ അവർ ലഹരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ, ചെറിയ രൂപത്തിലാണെങ്കിലും വലിയ രൂപത്തിലാണെങ്കിലും, അത്തരം മാതാപിതാക്കൾ കണ്ടു വളരുന്ന മക്കളും അതിലേക്ക് പോകുമെന്ന അപകടം നമ്മൾ മനസ്സിലാക്കുക. കുട്ടികളുടെ സംസ്കാരങ്ങൾ രൂപപ്പെടുന്നത് മാതാപിതാക്കളുടെ പെരുമാറ്റങ്ങളിൽ നിന്നാണ്. വിശ്വാസം പോലും അങ്ങനെയാണ് എന്നാണ് ഹദീസിൽ കാണുന്നത്. എല്ലാ കുട്ടികളും ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത്. പിന്നീട് അവൻ യഹൂദിയും നസ്രാനിയും മജൂസിയും ആകുന്നത് അവന്റെ മാതാപിതാക്കളും അതുപോലെ തന്നെ അവന്റെ സാഹചര്യങ്ങളും അനുസരിച്ചാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ എങ്ങനെയാണോ നമ്മളുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, സമാധാനവും സന്തോഷവും കുടുംബത്തിൽ നൽകിയിട്ടില്ല എങ്കിൽ, ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ, നമ്മുടെ മക്കളെ സമൂഹത്തിൽ ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഡീൽ ചെയ്യുന്ന ടീം പുറത്തവർക്ക് സ്നേഹം കൊടുക്കുവാനും ഒക്കെ കാത്തിരിക്കുകയാണ്. കുട്ടികളാകുമ്പോൾ അവർക്ക് മിഠായിയായി കൊടുക്കും. കോളേജിൽ പഠിക്കുമ്പോൾ ഒന്ന് ആസ്വദിച്ചു നോക്കൂ എന്ന് പറയും. അതുപോലെ തന്നെ പിന്നീട് അവന്റെ ജീവിതത്തിൽ വലിയ വലിയ തിരക്കുകളിലാകുമ്പോൾ ഡ്രസ്സ് കുറയ്ക്കാനാണെന്ന് പറയും. പിന്നീട് അവന്റെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അതിന്റെ അടിമയായി പോകും. അങ്ങനെ ജീവിതമേ നഷ്ടപ്പെട്ടു പോകും. ഒരിക്കലും പ്രിയപ്പെട്ട യുവാക്കളെ അത്തരം ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോവുകയേ ചെയ്യരുത്. പലരും നമ്മളെ ക്ഷണിക്കും, ആസ്വാദനം എന്ന് പറയും, പല സുഖങ്ങൾ എന്ന് പറയും. അതിലേക്ക് പോയാൽ പിന്നീട് തിരിച്ചു കയറാൻ കഴിയാത്ത ഒന്നാമത്തെ കോപ്പ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അപകടങ്ങളിലേക്കാണ് നമ്മളെ നയിച്ചു കൊണ്ടുപോവുക എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ കുട്ടികളുടെ ആദ്യത്തെ പാഠശാല നമ്മുടെ വീടാണ്. നല്ല മാതാപിതാക്കളുടെ മക്കൾ പൊതുവെ നല്ലവരായിരിക്കും. ജീവിത പാഠങ്ങൾ കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് നൽകാൻ നമ്മൾ തയ്യാറാകണം. അതോടൊപ്പം അനുസരണവും സ്നേഹവും സത്യസന്ധതയും കൃത്യനിഷ്ഠയും ആരാധനയും കുടുംബത്തോടുള്ള ബന്ധവും മുതിർന്നവരോടുള്ള ബഹുമാനവും അധ്യാപകരെ ബഹുമാനിക്കാനും ഇങ്ങനെയുള്ള നല്ല ഗുണങ്ങൾ കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ വളർത്തി കൊടുക്കുവാനും ഇത്തരം അപകടങ്ങളെ കുറിച്ച് അവർക്ക് ബോധവൽക്കരണമാക്കുവാനുമുള്ള ശ്രമം നമ്മൾക്കുണ്ടാകണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ ഇവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അങ്ങനെ ജീവിക്കുന്ന അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമകളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വർഷത്തെ ഹജ്ജ് കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി ഹജ്ജിന് വേണ്ടി സ്വപ്നം കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇനിയുള്ള ഹജ്ജ് ഇൻഷാ അല്ലാഹ് 2027 അഥവാ അറബി മാസം ദുൽഹിജ്ജ മാസത്തിലാണല്ലോ. അതുകൊണ്ട് തന്നെ ഹജ്ജിന് ഒരിക്കലും നമ്മൾ പിന്നോട്ട് നിൽക്കാൻ പാടില്ല. അതിന് കഴിവുള്ള, പ്രാപ്തിയുള്ള, മനസ്സത്തായ സബീല, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് പോകാനുള്ള ആരോഗ്യവും സമ്പത്തും എല്ലാം ഉള്ളവർ പിന്നീടും കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് മാറ്റി വെക്കുന്നത് ഒരിക്കലും ഇസ്ലാമികമല്ല എന്നത് അല്ലാഹുവിന്റെ പ്രവാചകൻ വളരെ കൃത്യമായി പഠിപ്പിച്ചതാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ്. ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ ചെയ്യുന്ന വലിയൊരു ഇബാദത്താണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ അത് പറയാനുള്ള കാരണം 2027 ഹജ്ജ് അപേക്ഷ സമർപ്പണം ആരംഭിച്ച വിവരം നമ്മൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അത് അപേക്ഷിക്കാനുള്ള അവസാന ഡേറ്റ് കമ്മിറ്റി അറിയിച്ചിട്ടുള്ളത് 2026 അഥവാ അടുത്ത മാസം ജൂലൈ 20-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്, അപേക്ഷിക്കാനുള്ള അവസാന തീയതി. അതിനുവേണ്ടി ഒരുങ്ങുന്നവർ പ്രത്യേകം അത് ശ്രദ്ധിക്കണമെന്നും അതുപോലെ തന്നെ അപേക്ഷിക്കുന്ന സമയത്ത് വരുത്തുന്ന ചില വീഴ്ചകൾ അത് പിന്നീട് ഒരുപാട് ദുരന്തങ്ങൾ സമ്മാനിക്കാറുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ പലർക്കും ഉണ്ടാക്കാറുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മളത് കണ്ടതാണ്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപേക്ഷിക്കാൻ വേണ്ടി നിസാരമായ പിഴവുകൾ ഒരിക്കലും വരുത്തരുത് എന്നും ഹജ്ജ് ട്രെയിനർമാരുമായി ബന്ധപ്പെട്ട് അത് കൂടുതൽ അറിയുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് മാത്രമേ അത്തരം അപേക്ഷകൾ നൽകുന്ന സമയത്ത്
നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഹജ്ജ് ട്രെയിനർമാരെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ഹജ്ജ് കമ്മിറ്റിയുടെ സൈറ്റുകളിൽ അവരുടെ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കണം നമ്മൾ ബന്ധപ്പെടേണ്ടത്. ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ പറഞ്ഞത് ഏറ്റവും മനോഹരമായ ഒരു ജിഹാദാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ ദുനിയാവിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രതിഫലമാണ്. ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ ഒരു പാവവുമില്ലാത്ത മനുഷ്യനായി ശുദ്ധ പ്രകൃതിയിലായി വരാൻ കഴിയുന്ന വലിയ ഒരു ഇബാദത്താണ്. അതുകൊണ്ട് കഴിവുള്ളവർ ഒരിക്കലും പിന്നോക്കം നിൽക്കാതെ അതിനുവേണ്ടി ഒരുങ്ങണമെന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളിൽ ഭാഗമായി അതിശക്തമായ പ്രവർത്തനം നമ്മുടെ ഭാഗത്ത് നമ്മുടെ കുടുംബത്തിൽ തന്നെ തുടങ്ങി ഉണ്ടാകണമെന്ന് കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. 2-3 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ള. ഒന്ന്, പള്ളി പരിപാലന ഫണ്ടാണ്. എല്ലാവരും ആത്മാർത്ഥമായി ഭവനത്തിന് വേണ്ടി സംഭാവന നൽകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മദ്രസ കുട്ടികളെ ചേർക്കാനുള്ളവർ ചേർക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. രോഗികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഒരുപാട് രോഗികൾ വീടുകളിലും ഹോസ്പിറ്റലിലും ഒക്കെ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് കിടക്കുകയാണ്. അല്ലാഹു അവർക്ക് എല്ലാവർക്കും പൂർണ്ണ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർണ്ണമായ ആഫിയത്ത് അല്ലാഹു അവർക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർണ്ണ സൗഖ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗം നിന്നും അപകടമാകും നമ്മെ നമ്മുടെ കുടുംബത്തെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ അല്ലാഹു എല്ലാ പ്രയാസങ്ങളും മാറ്റി പൂർണ്ണമായ അമ്നിനെ നിർവഹണത്തെ അല്ലാഹു അവർക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ സ്വർഗ്ഗത്തിലേക്ക് നയിക്കുന്ന സത്യവിശ്വാസികളെ നമ്മെ എല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെടുന്ന സമയത്ത് പരിശുദ്ധ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന മുവഹിദീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാടിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിയുടെ നീരാളിപ്പെടുത്തുന്ന നമ്മെ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടിനെയും നമ്മുടെ മക്കളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. الحمد لله